അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം ജനാബത്ത് കുളിക്കുമ്പോൾ അധിക ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നതും വളരെയധികം ഗൗരവത്തിൽ എടുക്കേണ്ടതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നിർബന്ധമായ കുളി ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, ഖുർആൻ, ഇതൊന്നും അള്ളാഹു സ്വീകരിക്കൂല. അത്രയും ഗൗരവമേറിയ ഒരു വിഷയമായത് കൊണ്ടാണ് അത് ഇന്ന് ചർച്ച ചെയ്യുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള ദീനിയായ അറിവുകൾ, നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട വിഷയങ്ങൾ ദിവസവും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ എല്ലാ ക്ലാസ്സുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, കുളിയുടെ ഫറള് രണ്ടാണ്. നാം ചെറുപ്പത്തിലെ പഠിച്ച ഒരു വിഷയമാണ്. ഫുറൂദുൽ ഗുസ്ലി ഇസ്നാനി. കുളിക്ക് രണ്ട് ഫറളാണ് ഉള്ളത്. ഒന്നാമത്തത് നിയ്യത്ത്, രണ്ടാമത്തത് തഅമീമുൽ ബദനി ബിൽ മാ, ശരീരം മുഴുവനും വെള്ളം എത്തിക്കുക. ഈ രണ്ട് ഫറള് കുളിയിൽ നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ കുളി ശരിയായി. നിയ്യത്ത് വെച്ച് ശരീരം മുഴുവനും വെള്ളം എത്തിച്ചാൽ നമ്മുടെ കുളിയായി. പക്ഷേ നമ്മുടെ കുളി പൂർണ്ണമാകണമെങ്കിൽ കുളിയുടെ എല്ലാ സുന്നത്തുകളും ആദാബുകളും മര്യാദകളും പാലിച്ചു കൊണ്ടായിരിക്കണം. അധിക ആളുകൾക്കും കുളിക്ക് എങ്ങനെ നിയ്യത്ത് വെക്കണമെന്ന് അറിയാത്ത ധാരാളം ആളുകളുണ്ട്. നിർബന്ധമായി കുളിക്കുമ്പോൾ, ജനാബത്ത് കുളിക്കുമ്പോൾ നമുക്ക് പല നിലക്കും നിയ്യത്ത് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. നവയ്തു റഫ്അൽ ജനാബത്തി, ജനാബത്തിനെ ഉയർത്താൻ ഞാൻ കരുതി. അതുപോലെ തന്നെ ഹൈദ് കുളിക്കുന്ന പെണ്ണാണെങ്കിൽ നവയ്തു റഫ്അൽ ഹൈദി, ഹൈദിൽ നിന്ന് ഞാൻ ഉയരുന്നു, ഹൈദ് കുളി ഞാൻ കുളിക്കുന്നു. നവയ്തു റഫ്അൻ നിഫാസി, അതുപോലെ തന്നെ നിഫാസ് കുളിക്കുന്ന പെണ്ണാണെങ്കിൽ നിഫാസിനെ ഉയർത്താൻ ഞാൻ കരുതി. അതേപോലെ തന്നെ നവയ്തുൽ ഗുസ്ലൽ ജനാബത്ത്, ജനാബത്തിന് വേണ്ടി ഞാൻ കുളിക്കുന്നു, നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു. അങ്ങനെ പല നിലക്കും നമുക്ക് നിയത്ത് വെക്കാൻ മഹാന്മാർ കിതാബുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിയ്യത്ത് വെച്ച് നാം രണ്ടാമത് ചെയ്യേണ്ട കാര്യം തഅമീമുൽ ബദനി ബിൽ മാ, ശരീരം മുഴുവനും വെള്ളം എത്തിക്കണം. ഈ മുഴുവനും എന്ന് പറഞ്ഞാൽ മഹാന്മാർ അതിനെ വിശദീകരിക്കുന്നു. യജിബു ഗസ്ലു ഷഹ്രിൻ ലാഹിറൻ വബാത്തിന, മുടിയുടെ ഉള്ളും പുറവും നിർബന്ധമായി കഴുകണം. മുടിയുടെ ഉള്ളും പുറവും നിർബന്ധമായി വെള്ളം എത്തിക്കണം, എങ്കിലേ നമ്മുടെ കുളി ശരിയാവുകയുള്ളൂ. ഒയും കസുഫ, അത് എത്ര തിങ്ങിയതാണെങ്കിലും എത്ര കൂടുതൽ മുടിയുണ്ടെങ്കിലും ആ മുടിയുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിക്കൽ നിർബന്ധമാണ്. ഒ ബഷരിൻ, അതുപോലെ തന്നെ തൊലി, ലാഹിറൻ, തൊലിയുടെ പുറം ഭാഗത്തേക്ക് നിർബന്ധമായും തൊലിയുടെ എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കൽ നിർബന്ധമാണ്. ഹത്തൽ അൽഫാർ, ഏതുവരെ? നഖത്തിൻ്റെ ഉള്ളുവരെ. ഒമാ തഹ്തഹ, നഖത്തിൻ്റെ ഉള്ളുവരെ വെള്ളം എത്തിക്കണം. നാം ശ്രദ്ധിക്കേണ്ട വിഷയം ഇവിടെയാണ്. അധിക ആളുകളുടെയും കുളി ശരിയാകാത്തത് നഖത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തുന്നില്ല. നഖത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്താത്തത്, നഖത്തിൻ്റെ ഉള്ളിൽ മണ്ണ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചളി ഉണ്ടെങ്കിൽ, വെള്ളം എത്തുന്നതിനെ തടയുന്ന എന്തെങ്കിലും ഒന്ന് നഖത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം എത്തൂല. വെള്ളം എത്തിയില്ലെങ്കിൽ നമ്മുടെ കുളി ശരിയല്ല. ഇന്ന് അധിക കുട്ടികളുടെ കയ്യിലും അല്ലെങ്കിൽ അധിക ആളുകളും നഖം വളർത്തൽ ഒരു ട്രെൻഡായി, ഒരു ആവേശമായി കൊണ്ടു നടക്കുന്ന ഒരു കാലത്താണ് നാം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അധിക ആളുകളുടെയും
കുളി ശരിയാകാത്തത് നഖത്തിൻ്റെ ഉള്ളിൽ, അത് കയ്യിൻ്റെതാകട്ടെ അല്ലെങ്കിൽ കാലിൻ്റെതാകട്ടെ, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിയില്ലെങ്കിൽ നമ്മുടെ കുളി ഒരിക്കലും ശരിയല്ല. നിർബന്ധമായ ജനാബത്ത് കുളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വിഷയം ഇവിടെയാണ്. നഖത്തിൻ്റെ ഉള്ളിൽ മണ്ണുണ്ടെങ്കിൽ, ചളിയുണ്ടെങ്കിൽ, ചേറുണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം എത്തൂല. അതുപോലെ തന്നെ പൈൻറ്റ് ഉണ്ടെങ്കിൽ, വെള്ളം എത്തുന്നതിനെ തടയുന്ന എന്ത് വസ്തു അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും വെള്ളം എത്തൂല. അത് നാം കുളിക്കുന്നതിൻ്റെ മുമ്പ് ആ മണ്ണ്, ആ ചേറ്, ചളി മാറ്റണം, അത് നീക്കം ചെയ്യണം. അതേപോലെ തന്നെ മറ്റൊന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ഓമാഹറമിൻ സിമാഹിൻ വഷൂക്കിൻ, ചെവിയുടെ ഉള്ള്. അധികം ആളുകൾ കുളിക്കുമ്പോൾ ചെവിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തുന്നില്ല. ചെവിൻ്റെ ഉള്ള് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് പുറം ഭാഗത്ത് കാണുന്ന ഉള്ള്, ആ സ്ഥലത്തേക്ക് വെള്ളം എത്തിയില്ലെങ്കിൽ അധികം ആളുകളും ഇന്ന് ഷവറിലാണ് കുളിക്കുന്നത്. കുളിക്കുന്ന സമയത്ത് തലയിലേക്ക് മാത്രമാണ് ആ വെള്ളം ശരിക്കും അത് എത്തുന്നത്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊന്നും വെള്ളം എത്തുന്നില്ല, ഒരിക്കലും കുളി ശരിയാകൂല. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മഹാന്മാര് വിശദീകരിക്കുന്നു. വഫർജിൻ ഇംറഅത്തിൻ ഇൻദ ജുലൂസിഹ അലാ ഖദമൈഹ, രണ്ട് കാലിൻ്റെ മേൽ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന പെണ്ണ്, രണ്ട് കാലിൻ്റെ പഴയ കക്കൂസിൽ ഇരിക്കുന്ന സമയത്ത് രണ്ട് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ആ ഫർജ്, അതിൻ്റെ ഉള്ള്, ആ വെളിവാകുന്ന സമയത്ത് കാണുന്ന ഫർജിൻ്റെ ഉൾഭാഗം നിർബന്ധമായിട്ടും വെള്ളം എത്തിക്കണം, കഴുകണം. എങ്കിലേ പെണ്ണിൻ്റെ കുളി ശരിയാവുകയുള്ളൂ. ഇതൊക്കെയും നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുളി ഒരിക്കലും ശരിയാകൂല. നാം വെള്ളം എത്തൽ ബുദ്ധിമുട്ടായ ചുളിഞ്ഞ സ്ഥലങ്ങൾ, അതൊക്കെ നാം സൂക്ഷിച്ച് കഴുകണമെന്നാണ് മഹാന്മാർ പറഞ്ഞത്. അപ്പോൾ വെള്ളം എത്തുന്നത് നമുക്ക് എങ്ങനെയാണ് അറിയുന്നത്? മഹാന്മാർ അതും പറയുന്നു. വലായജിബു തയക്കുനു തഅമീമി ഫിൽ ഗുസ്ലി, ഈ ഇതിൽ വെള്ളം എത്തിയെന്ന് നമുക്ക് ഒരു ഉറപ്പ് ഉണ്ടാകൽ നിർബന്ധമില്ല. ഉറപ്പുണ്ടാകണമെങ്കിൽ നാം പരിശോധിക്കണം, അവിടെ വെള്ളം എത്തിയോ ഇവിടെ വെള്ളം എത്തിയോ, അത് നിർബന്ധമില്ല. ബൽ യക്ഫി ലന്നു, അവിടെ ഒരു ലന്നുണ്ടായാൽ, ഒരു തോന്നൽ, ഒരു ഭാവന ഉണ്ടായാൽ മതി. വെള്ളം എത്തിയിട്ടുണ്ടാകും എന്നൊരു തോന്നലുണ്ടായാൽ മതി. അല്ലാതെ കണ്ണാടി, ബാത്റൂമിലേക്ക് കണ്ണാടിയോ അല്ലെങ്കിൽ പരിശോധിക്കുന്ന എന്തെങ്കിലും ആയുധങ്ങളോ വസ്തുക്കളോ കൊണ്ടുപോയി അവിടെ വെള്ളം എത്തിയോ ഇവിടെ വെള്ളം എത്തിയോ എന്ന് പരിശോധിക്കുന്ന നിർബന്ധമില്ല. കൽ വുളൂഇൽ പറഞ്ഞ ആ മസ്അല സ്വീകരിച്ചാൽ മതി. ഇതൊക്കെ ഈ പറഞ്ഞ നാം ശ്രദ്ധിക്കേണ്ട വിഷയം. ഈ നിർബന്ധമായ കുളിയിൽ ജനാബത്ത് കുളി കുളിക്കൊള്ളുമ്പോൾ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുളി ഒരിക്കലും ശരിയാകൂല. അതുപോലെ തന്നെ ഇത് കുളിക്കുന്ന ആ തുടക്കത്തിൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കുളിയുടെ സുന്നത്തുകൾ 25ഓളം സുന്നത്തുകൾ മഹാന്മാർ വിശദീകരിക്കുന്നു. അയ്യബൂലമൻ അൻസല ഖബലൽ ഗുസ്ലി, ആദ്യം നാം ചെയ്യേണ്ടത് കുളിക്കാൻ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് നാം മൂത്രിക്കൽ സുന്നത്താണ്. അതും മഹാന്മാർ പറയുന്നു. അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റുകൾ, വദിയ്, അതുപോലെ തന്നെ മദിയ് അല്ലെങ്കിൽ മനിയിൻ്റെ ആ ഒരു അവശിഷ്ടങ്ങൾ, അത് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യൽ. അത് അധികം ആളുകളും ചെയ്യൽ, ആ സുന്നത്ത് അധികം ആളുകളും ചെയ്യുന്നില്ല. പോയി ഷവർ തിരിച്ച് നിയത്ത് വെച്ച് കുളിക്കുക, സോപ്പിട്ട് കുളിക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത്. അതുപോലെ തന്നെ അധികം ആളുകളും ചെയ്യാത്ത ഒഴിവാക്കുന്ന ഒരു സുന്നത്താണ് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിട്ട് കുളിക്കുക. അതൊരു സുന്നത്താണ്, അധികം ആളുകളും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അത്തസ്മിയത്തു അവ്വലഹു, ആദ്യം ബിസ്മി കൊണ്ട് തുടങ്ങുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കുളി തുടങ്ങുക. ഇതൊക്കെയും സുന്നത്താണ്. കുളിക്ക് 30ഓളം സുന്നത്തുകൾ മഹാന്മാർ ഫിഖിന്റെ കിതാബുകളിൽ പറയുന്നു. അതുപോലെ തന്നെ കുളിക്കുന്നതിൻ്റെ മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഇദാലത്തു ഖദറിൻ കമനിയിൻ ഒമദിയിൻ, മദിയ് പോലത്തുള്ള മാലിന്യങ്ങൾ ആദ്യം നീക്കണം. കുളിക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ശരീരത്തുള്ള മാലിന്യങ്ങൾ ആദ്യം നീക്കണം. അതുപോലെ തന്നെ അസ്സിവാക്കു വൽ മൽമദത്തു വൽ ഇസ്തിൻഷാക്കു ഉളൂഉൻ കാമിലുൻ, അതുപോലെ തന്നെ ആദ്യം പല്ല് തേക്കണം. അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, പൂർണ്ണമായൊരു ഉളു എടുക്കണം. ഇതൊക്കെയും കുളിക്കുന്നതിൻ്റെ മുമ്പ് ചെയ്യേണ്ട സുന്നത്തുകളാണ്. അതുപോലെ തന്നെ ചുളിഞ്ഞ സ്ഥലങ്ങൾ സൂക്ഷിക്കണം, മുടികളൊക്കെയും ചിക്കകറ്റണം. അതേപോലെ തന്നെ ഇതൊക്കെയും നാം ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെയും നാം ശ്രദ്ധിച്ചാലേ നമ്മുടെ കുളി പൂർണ്ണമാവുകയുള്ളൂ.
അതുപോലെ തന്നെ ബാത്റൂമിൽ പോയി സംസാരിക്കാൻ പാടില്ല, തർക്കു തക്കല്ലുമിൻ, സഹായം ചോദിക്കാൻ പാടില്ല, പാട്ട് പാടാൻ പാടില്ല, അനാവശ്യമായ ഒരു സംസാരവും ബാത്റൂമിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ കുളിച്ചതിൻ്റെ ശേഷം ദിക്റു വദ്ദുആഉ ബഅദഹു, ഞാൻ മൗലൂയിൽ പറഞ്ഞ ദിക്റും ദുആവും കുളിച്ചതിൻ്റെ ശേഷവും സുന്നത്താണ്. അതുപോലെ തന്നെ സത്റുൽ ഔറത്തി ഫിൽ ഖൽവ, നമ്മൾ ഇപ്പോൾ കുളി ബാത്റൂമിലാണെങ്കിലും നാം ഔറത്ത് മറക്കൽ സുന്നത്താണ്. ഫഇന്നല്ലാഹ തആല അഹഖു അൻ യുസ്തഹിയ, ആരും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു കാണുന്നുണ്ട് എന്ന ഒരു ബോധം ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെയും നാം ആദ്യം ശ്രദ്ധിക്കണം. കുറേ സുന്നത്തുകളുണ്ട്, അതൊക്കെയും അധികം ആളുകളും ചെയ്യാത്ത സുന്നത്തായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് അള്ളാഹു പൊരുത്തപ്പെടുന്ന നിലയ്ക്ക് നമ്മുടെ നിർബന്ധമായ കുളികളൊക്കെയും കുളിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇതുപോലെയുള്ള ധാരാളം അറിവുകൾ ഇനിയും നമുക്ക് പഠിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.